ഒരു അമ്മയാവുക എന്നുള്ളത് എല്ലാ സ്ത്രീയുടെയും സ്വപ്നമാണ്. ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവ സമയത്തും ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ ആലോചിച്ചിട്ട് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന ഒട്ടേറെ ദമ്പതികൾ ഈ കാലഘട്ടത്തിലുണ്ട്. വേദനയില്ലാത്ത പ്രസവം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ നീത ജോർജ്, അസോസിയേറ്റ് പ്രൊഫസർ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ. ഒരു ഗർഭിണിക്ക് ഗർഭകാലത്തും പ്രസവ സമയത്തും മാനസികവും ശാരീരികവുമായ ഒട്ടേറെ തയ്യാറെടുപ്പുകൾ വേണ്ടിവരും. ഇതിൽ ഭർത്താവിനും വീട്ടുകാർക്കും ഒരേപോലെ ഒരു പങ്ക് വഹിക്കേണ്ടതുണ്ട്. ഗർഭിണികൾക്കുണ്ടാവുന്ന എല്ലാ സംശയങ്ങളും മാറ്റാൻ ഹോസ്പിറ്റലിൽ നമ്മൾ ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് വെക്കാറുണ്ട്. ഗർഭകാലത്തെക്കുറിച്ചും പ്രസവ സമയത്തെ വേദനയെക്കുറിച്ചും പ്രസവ ശേഷം എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായി ഒരു ഡോക്ടർ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. പ്രസവ സമയത്തെ വേദനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിവാരണം ചെയ്യാൻ തുടക്കം മുതൽ തന്നെ വ്യായാമം ചെയ്യുന്നതും അതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം ക്രമീകരിക്കുന്നതും ഒക്കെ നല്ലതാണ്. കാരണം അമിതവണ്ണം വെക്കുന്നതും ബെഡ് റെസ്റ്റും സാധാരണ പ്രസവം നടക്കാൻ എതിരെ നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ പ്രസവിക്കാൻ പോകുന്ന ഹോസ്പിറ്റൽ സന്ദർശിച്ച് പ്രസവമുറി കാണുന്നതും ഡോക്ടറുമായി അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വേദന സംഹാരികളും എപ്പിഡ്യൂറൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളതും നേരത്തെ ചോദിച്ചു വെക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് വേദനയില്ലാത്ത പ്രസവം അഥവാ എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റില്ല. ഫുൾ ടൈം ഒരു അനസ്തെറ്റിസ്റ്റും ഒബ്സ്റ്ററ്റിഷ്യൻ അഥവാ ഗർഭിണികളെ നോക്കുന്ന ഡോക്ടറും ഉള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ, മോണിറ്ററിംഗ് ഫെസിലിറ്റീസ് ഉള്ള ലേബർ റൂമുകളിൽ മാത്രമേ നമുക്ക് എപ്പിഡ്യൂറൽ അനാൽജീസിയ പോലുള്ള അനസ്തീഷ്യ തന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പെയിൻലെസ് ആയിട്ട് ഒരു ലേബർ എടുക്കാൻ പറ്റുള്ളൂ. നല്ലോണം പെയിൻ ആവുന്നവരെ എഴുന്നേറ്റ് നടക്കാൻ മൊബിലൈസ് ചെയ്യാൻ നമ്മൾ പേഷ്യൻസിനെ നിർദ്ദേശിക്കാറുണ്ട്. അതേപോലെ തന്നെ പാരസെറ്റമോൾ മുതൽ ഓപ്പിയോയിഡ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പട്ടിക മരുന്നുകൾ നമുക്ക് ലേബർ പെയിൻ കുറയ്ക്കാനായിട്ട് ഉണ്ട്. അത് സപ്പോസിറ്ററി ആയിട്ടോ IV ഇഞ്ചക്ഷനായിട്ടോ IM ഇഞ്ചക്ഷനായിട്ടോ അതോ കഴിക്കുന്ന മരുന്നുകളായിട്ട് ഒക്കെ ആ പേഷ്യൻറ്റിൻ്റെ ടോളറൻസ് ലിമിറ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ മിക്ക സ്ത്രീകൾക്കും ഒരു പേടി സ്വപ്നമാണ് പ്രസവവേദന. അതുകാരണം തന്നെ മരുന്നുകളേക്കാൾ അപ്പുറം കുറച്ചും കൂടെ വേദന കുറയ്ക്കാൻ ഉപകരിക്കുന്ന 2 മെത്തേഡ്സാണ് എൻഡനോക്സ് അഥവാ നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ എന്ന ഒരു വേദന സംഹാരി ആയിട്ടുള്ള ഒരു ഗ്യാസ് മിക്സ്ചർ. പിന്നെയുള്ളത് നമ്മുടെ നട്ടലിൽ കുത്തിവെക്കുന്ന എപ്പിഡ്യൂറൽ എന്ന അനാൽജീസിയ. ബന്ധുക്കൾ മിത്രാദികൾ കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നതോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതോ ഒരു കണ്ടിന്യൂസ് സപ്പോർട്ടിംഗ് ലേബർ പേഷ്യന് കൊടുക്കുന്ന ആശ്വാസം ചില്ലറയല്ല. മറ്റൊരു വിഷയമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.